ഗായ്സ്, അപ്പോൾ നമ്മൾ ചിയാ സീഡിനെ കുറിച്ചിട്ടാണ് പറയണം. ഒട്ടും വൈകണ്ട കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം നല്ല രീതിയിൽ വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 74 കിലോ ആയിരുന്നു. അപ്പോൾ 74 കിലോന്ന് ഞാനിപ്പോൾ ഒരു 60 കിലോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 64 കിലോ ആയിരുന്നു. ഇപ്പം ഞാൻ 2 വീക്സ് ആയിട്ട് ഇത് കഴിച്ചിട്ട് എന്നിട്ട് ഞാൻ 2 കിലോസ് കുറഞ്ഞു കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ ചിയാ സീഡ് പുഡിംഗ് ആയിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിച്ചപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ലെമണും അതുപോലെ തന്നെ തേനും ഒഴിച്ചിട്ട് ഇത്തിരി ഇളം ചൂടുവെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഇളം ചൂടുവെള്ളം എടുക്കുക. അതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ചിയാ സീഡ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേൻ ഒഴിക്കേണ്ട കേട്ടോ നല്ലത്. ഷുഗറൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കഴിക്കണേ. പിന്നെ കുറച്ച് ലെമണും സ്ക്വീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഡ്രിങ്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീച്ചതിന് ശേഷം ഇത് കഴിച്ചിട്ട് ഒരു ½ hour ഇത് കുടിച്ചതിന് ശേഷം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഒരു നേരം കഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും അത്ര നല്ലതല്ല. എല്ലാത്തിനും ഒരു അളവുണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ ചിയാ സീഡ് പുഡിംഗ് ആയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇപ്പോഴും ഒരു നേരം കഴിക്കും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ രാത്രി കഴിക്കും. അങ്ങനെ കഴിക്കണ്ടേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1 ഗ്ലാസ് പാലെടുക്കുക. പാലിലേക്ക് നമ്മളുടെ 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വല്ല നട്ട്സും അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂസും ഒക്കെ പഴം ഉണ്ടെങ്കിൽ പഴമൊക്കെ അരിഞ്ഞ് കൊടുക്കാറുണ്ട്. എന്നിട്ട് അത് ഞാൻ ഓവർനൈറ്റ് എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ കഴിക്കുക, അല്ലെങ്കിൽ അത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി കഴിക്കും. നല്ല എഫക്റ്റീവാണ്. ഞാൻ ഒന്ന് ബോഡി നല്ല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരൻസ് ഇവിടെ ഉള്ള സമയത്തായിരുന്നു പോകുന്നുണ്ടായിരുന്നു. ഏട്ടൻ പോകുന്ന സമയത്ത് ജിമ്മിന് പോയിരുന്നു. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ പോകുന്നുണ്ട്. അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ വെയിറ്റും കുറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഡ്രിങ്ക് ഇങ്ങനെ ചിയാ സീഡ് പുഡിംഗ് ആയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക വെയിറ്റൊക്കെ കുറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. ഞാൻ പിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആക്കി. അപ്പോൾ പിക്സും കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ ഹണി ചേർത്തു, ഒക്കെ നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ നല്ല ഗുണമുള്ള സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തേക്കണേ. എന്നിട്ട് ഇത് കഴിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ വയറ് ഫുള്ളാവും ചെയ്യും, നമുക്ക് അധികം വിശക്കൂല. അപ്പം ഇത് കഴിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് തോന്നി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്നില്ല. നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോൾ ഇത് കൺസ്യൂം ചെയ്യേണ്ടതൊക്കെ ഒരു 58 ആവണമെന്നാണ്. അപ്പോൾ ഇതുപോലെ കേട്ടോ നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള ചിയാ സീഡ് പുഡിംഗ് ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചു. ഒരു ഗ്ലാസ് പാലാട്ടോ. അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ടു. പിന്നെ നമുക്ക് ഏതെങ്കിലും നട്ട്സ് വേണമെന്നെങ്കിൽ ഇട്ടാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂസ് ആണ് ഇട്ടേക്കണേ. പിന്നെ നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹണി കേട്ടോ. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു 2 more വീക്സും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നിർത്താമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കണു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.